ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് SSLC വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന റൈറ്റ് അപ്പ്, നറേഷൻ, സ്പീച്ച് ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ്. അതോടൊപ്പം തന്നെ ലെറ്റർ, പ്രൊഫൈൽ, നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണെന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, നിങ്ങൾ SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ പരീക്ഷാക്കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം ഉപകാരം അതുകൊണ്ടുണ്ടാവും, നിങ്ങളുടെ മാർക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഏറ്റവും അധികം മാർക്കിന്, അതായത് 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നറേഷനും. എന്താണ് ഒരു റൈറ്റപ്പ്, എന്താണ് ഒരു നറേഷൻ? ഇത് പല കുട്ടികൾക്കും സംശയമുണ്ട്. ആദ്യം ഞാൻ റൈറ്റപ്പിനെ കുറിച്ച് പറയാം. ആദ്യം എന്താ റൈറ്റപ്പ് എന്ന് പറയാം, പിന്നെ ഒരു എക്സാമ്പിളും കാണിച്ചു തരാം. ഒരു റൈറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ലേഖനം, ഒരു എസ്സേ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സോഷ്യൽ സയൻസിലൊക്കെയുള്ള എസ്സേയിലൊക്കെ ഒരുപാട് പാരഗ്രാഫുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരുപാട് പാരഗ്രാഫുകളൊന്നും വേണ്ട. 1-2 പാരഗ്രാഫിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും റൈറ്റപ്പിൻ്റെ ചോദ്യം ചോദിക്കുക. ഉദാഹരണത്തിന് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന യൂണിറ്റിനെ, അല്ലെങ്കിൽ ചാപ്റ്ററിനെ, അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിനെ മൊത്തത്തിൽ അടിസ്ഥാനമാക്കി നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് റൈറ്റപ്പ് എഴുതാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് എഴുതേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങൾ ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് ആ റൈറ്റപ്പിന് കൊടുക്കണം. ഒരു ഹെഡിങ് വിഷയവുമായി ബന്ധപ്പെട്ട് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സിനോ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ്, അങ്ങനെ ഒരു ഹെഡിങ് ആദ്യം നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ റൈറ്റപ്പ് എഴുതി തുടങ്ങുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, നേരെ വിഷയത്തിൽ പോകാതെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു വരിയോ 1-2 വരികൾ എഴുതിയ ശേഷം റൈറ്റപ്പിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇനി റൈറ്റപ്പ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തമായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെയാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പാഠഭാഗത്തു നിന്നുള്ള പോയിന്റുകളായിരിക്കണം. ഉദാഹരണത്തിന് പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുന്നതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം, ആ ബോയ് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് അവൻ സ്ക്യൂറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാണ്. അതേപോലെ ആ ഒരു ബനിയൻ ട്രീയുടെ മുകളിൽ അവൻ എങ്ങനെ സമയം ചെലവഴിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു റൈറ്റപ്പിൻ്റെ ഭാഗമായിട്ട് പാഠഭാഗത്തു നിന്നും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ എഴുതിയാൽ പോരാ, നിങ്ങളുടെ മാത്രം അഭിപ്രായങ്ങൾ എഴുതി പുറത്തുള്ള കാര്യങ്ങൾ എഴുതിയാൽ പോരാ. ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആ റൈറ്റപ്പ് തയ്യാറാക്കാൻ. ഏറ്റവും അവസാനം നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കണം. ഉദാഹരണത്തിന് ഒരു നല്ല സന്ദേശത്തോട് കൂടിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ലൈക്ക് മെൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിയും മനുഷ്യനും ഒരു നല്ല ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് കാണും. ഓക്കെ, നോക്കാം നമുക്കൊരു റൈറ്റപ്പിൻ്റെ എക്സാമ്പിൾ. ഇത് പ്രൊജക്ട് ടൈഗർ എന്ന പാഠത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റപ്പ് ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്, ദ റെവറൻസ് ആൻഡ് റെസ്പെക്ട് ദി അനിമൽ ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് എൻജോയ്ഡ് ഫ്രം ദിയർ കോ ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. അനിമൽ ആക്ടേഴ്സിന് ഹോളിവുഡ് കിട്ടിയ ബഹുമാനം എത്രമാത്രമാണ്, സ്ഥാനം എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, ഒരു ടൈറ്റിലാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് എന്നാണ് ഈ റൈറ്റപ്പിൻ്റെ ടൈറ്റിൽ കൊടുത്തത്. പിന്നീട് ഈ ഒരു പാരഗ്രാഫ് ആരംഭിക്കും. ഇത് 3 പാരഗ്രാഫ് ഇതിലുണ്ട് ശരിക്കും. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് മാത്രമേ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ. ഇത് കൃത്യമായിട്ടും ഇതൊരു ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ദ മെമ്മയർ പ്രൊജക്ട് ടൈഗർ ബൈ ദി ലെജൻഡറി ഫിലിം മേക്കർ സത്യജിത് റേ ഓപ്പൺസ് അപ്പ് ദോസ് അൺടച്ച്ഡ് ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ് എസ്പെഷ്യലി യൂസിങ് ആനിമൽസ്. അനിമൽസിനെ യൂസ് ചെയ്ത് സിനിമ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നമ്മളധികം ഒന്നും ഡിസ്കസ് ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് സത്യജിത് റേ ഈ പാഠഭാഗത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് കൃത്യമായൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഇൻട്രൊഡക്ഷനോട്, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടേ നമ്മൾ റൈറ്റപ്പ് തുടങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യല്ലേ വേണ്ടത്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നീട് പതിയെ ഇവിടെ താഴെ നമുക്ക് കാണാം അല്ലേ, പതിയെ ആ ടോപ്പിക്കിലേക്ക് കയറുന്നതായിട്ട് കാണാം. പിന്നീട് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടുത്ത പാരഗ്രാഫിലെത്തുമ്പോൾ ഈ റൈറ്റപ്പിൽ പറയുന്ന വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സത്യജിത് റേ
ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ ഒരു സംഭവത്തെക്കുറിച്ചിട്ടും ഡോഗിന് പകരം സ്റ്റാൻ സ്നൂപ്പിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചിട്ടും അവിടുത്തെ ഹ്യൂമൻ ആക്ടേഴ്സിന് കിട്ടിയതിനേക്കാൾ പ്രതിഫലം അനിമൽ ആക്ടേഴ്സിന് കിട്ടിയെന്നതിനെക്കുറിച്ചുമൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരുപാട് പോയിൻ്റുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മളും ഒരു റൈറ്റപ്പ് എഴുതും. എങ്ങനെ വേണം എഴുതാൻ? റൈറ്റപ്പിൽ തന്നിരിക്കുന്ന ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. ഈ രീതിയിൽ എഴുതുമ്പോഴാണ് ഈ ഒരു റൈറ്റപ്പിന് കൃത്യമായ മാർക്ക് കിട്ടുക. ഈ റൈറ്റപ്പിൻ്റെ ലാസ്റ്റിലേക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഡിസ്നി സ്റ്റുഡിയോയിലെ സംഭവത്തെയൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോക്കുക, പ്രത്യേകിച്ച് ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഡോഗിന് പകരം ഒരു മനുഷ്യൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഇതവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റൈറ്റപ്പ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് റൈറ്റപ്പ് അവസാനിക്കുന്നത് നോക്കൂ, ഇവിടെ റൈസ് മെമ്മയർ വാസ് റിമാർക്കബ്ലി ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ ആസ് വെൽ. ഈ ഒരു മെമ്മയർ വളരെയധികം ഇൻഫോർമേറ്റീവ്, നല്ല നല്ല അറിവുകൾ നമുക്ക് നൽകുന്നതാണെന്നും ഇറ്റ് റിയലി ഹെൽപ്സ് ടു വൈഡൻ ദ പെർസ്പെക്റ്റീവ് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഐഡിയകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുമൊക്കെ ഈ റൈറ്റപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നതും വളരെ കൃത്യമായിട്ടാണ്. ആ ടോപ്പിക്കിൽ നിന്നും മാറി ഈ ഒരു ടോട്ടൽ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക സെൻറ്റൻസോട് കൂടിയിട്ടൊക്കെ വൃത്തിയായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ റൈറ്റപ്പ് നമ്മൾ എഴുതുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ആ ഒരു വിഷയത്തെക്കുറിച്ച് വെറുതെ എന്തെങ്കിലും എഴുതിയാൽ പോരാ, കൃത്യമായ ഇൻട്രൊഡക്ഷൻ വേണം. പിന്നീട് വരുന്ന കാര്യങ്ങളിൽ പാഠഭാഗത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതും കഴിഞ്ഞ് ഏറ്റവും അവസാനം വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനും നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു റൈറ്റപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ റൈറ്റപ്പ് എന്താണ് പരിപാടി എന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഒരു ഹെഡിങ് വേണം, ഒരു ടൈറ്റിൽ കൊടുക്കണം, പിന്നെ കാര്യങ്ങൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ച രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററിൻ്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് റൈറ്റപ്പായിട്ട് എഴുതണം. 7 മാർക്കാണ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് നല്ല റോളുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബന്ധപ്പെട്ടിട്ട് നേച്ചറും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഇനി രണ്ടാമത്തെ യൂണിറ്റായ ദ ഫ്രെയിംസിൽ നിന്നും ആനിമൽസിനെ വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയിൽ ആനിമൽസിനെ എങ്ങനെ യൂസ് ചെയ്തു, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു റൈറ്റപ്പ് വന്നേക്കാം. ഇനി മൂന്നാമത്തെ യൂണിറ്റായിട്ടുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ ചാപ്റ്ററായിട്ടുള്ള ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മേഡിൽ നിന്നും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വഴിതെറ്റിപ്പോകുന്ന യുവാക്കളിലെ ബാഡ് കമ്പാനിയൻസിനൊക്കെ ഇടയിൽ പറ്റി വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ കുറിച്ചിട്ട് അവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചൊക്കെ റൈറ്റപ്പ് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടി വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടുള്ള റൈറ്റപ്പ് ചോദിച്ചേക്കാം. ഇനി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പാഠം ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ട് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പാഠത്തെ ബേസ് ചെയ്ത് ചോദിച്ചേക്കാം. ഇനി ഏറ്റവും അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള വാങ്കയിൽ നിന്നും ഒരു പക്ഷേ ചൈൽഡ് ലേബർ അല്ലെങ്കിൽ കുട്ടികൾ നേരിടുന്ന ഇഷ്യൂസ്, ഇതിനെക്കുറിച്ചുള്ള ചോദിച്ചേക്കാം. പാരൻസിൻ്റെ ഒരു സമീപമില്ലാത്ത കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ റൈറ്റപ്പ് ചോദിച്ചേക്കാം. ഈ രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾക്ക് റൈറ്റപ്പിൽ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നറേഷനാണ്. ഈ റൈറ്റപ്പ് നറേഷൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, റൈറ്റപ്പ് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ സപ്പോർട്ടോട് കൂടി എഴുതുകയാണെങ്കിൽ, നറേഷൻ എന്ന് വെച്ചാൽ എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റ് അതേപോലെ വിവരിക്കുകയാണ്. അവിടെ നമ്മുടെ അഭിപ്രായത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഉദാഹരണത്തിന് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചൊരു നറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായത്തിൽ ഒരു സ്ഥാനവുമില്ല. ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് ഹെഡിങ് കൊടുക്കാം. പിന്നെ നമ്മൾ എന്താണോ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അത് ആ ഓർഡറിൽ വിവരിക്കുക. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ഒരു വലിയ പ്രോഗ്രാം, ഒരു അടിപൊളി പ്രോഗ്രാം നടന്നു. വീട്ടിലെത്തിയ ശേഷം ആ പ്രോഗ്രാമിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ വീട്ടിൽ വിവരിച്ചു കൊടുക്കല്ലോ. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ വിവരിച്ചെഴുതുന്നതാണ് നറേഷൻ. അതിൽ നമ്മുടെ അഭിപ്രായത്തിന് ഒരു സ്ഥാനവുമില്ല. അതൊരു എസ്സേ പോലെയുമല്ല. എന്താണോ സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ എഴുതുകയാണ് നറേഷനിൽ വരുന്നത്. നമ്മളൊരു വ്യക്തിയോട് ഈ കാര്യങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊജക്ട് ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം വന്നു എന്ന് കരുതുക. അപ്പോൾ ആ ഷൂട്ടിംഗ് സമയത്ത് എന്തൊക്കെ നടന്നു? ഇങ്ങനെ ആദ്യം ടൈഗറുമായിട്ട് ലോറി വന്നു, പിന്നെ തൊരാത്തൊക്കെ ഇറങ്ങുന്നു, അവർ ഈ അയൺ റോഡ് അവിടെ അടിക്കുന്നു, അതിനെ ഒരു വയർ കൊണ്ട് കെട്ടുന്നു, പിന്നെ ഡോർ തുറക്കുമ്പോൾ ടൈഗർ പുറത്തു വരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഓർഡറിൽ വിവരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും എങ്ങനെയാണ് ഒരു നറേഷൻ എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. നറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മേഡ് എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ജോൺ ഒരു
ജോൺ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ എത്തുകയും അയാളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നറേഷൻ തയ്യാറാക്കാനാണ്. ഇതിലാദ്യം നോക്കേണ്ടത് ആരുടെ നറേഷനാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്നാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ നറേഷനാണ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ ദ നെക്സ്റ്റ് ഡേ ഹീ നറേറ്റ്സ് ദ എക്സ്പീരിയൻസ് ടു ഹിസ് കൊളീഗ് എന്നാണ്. ആരാണ്? നമ്മുടെ യങ് ഡോക്ടറാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ വേണം ഈ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡോക്ടറാണ് ഈ സംഭവങ്ങൾ മുഴുവൻ വിവരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നോക്കൂ, ആദ്യം വേണ്ടത് ഒരു ടൈറ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ കാണാം, ആൻ അൺഫോർഗറ്റബിൾ നൈറ്റ്, എനിക്ക് മറക്കാനാവാത്ത ഒരു രാത്രി എന്ന രീതിയിൽ. എന്നിട്ട് ഡോക്ടർ പറയുമ്പോൾ എന്താ ഡോക്ടർ പറയാം? ഞാൻ ലണ്ടനിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം എന്നെ ഒരാൾ വിളിച്ചു, ഒരു പോലീസുകാരൻ വിളിച്ചു, ഞാൻ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വെൻ ഐ വാസ് പ്രാക്ടീസിങ് ആസ് എ യങ് ഡോക്ടർ ഇൻ ലണ്ടൻ, വൺ നൈറ്റ് ഐ വാസ് awakened by a policeman to attend a commission. I went to the spot. ഈ രീതിയിൽ ഡോക്ടറുടെ കഥ പറയുന്ന രീതിയിൽ വേണം നമ്മൾ വിവരിക്കാൻ. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ മറ്റൊരാളോട് ഈ സംഭവങ്ങൾ വിവരിക്കുന്നു എന്നാണ്. എന്നാൽ ഇതേ ചോദ്യം വേറൊരു രീതിയിൽ വരാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ യങ് ഡോക്ടർ ഇൻ ദ ബസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ് സേവ് ദ ലൈഫ് ഓഫ് ദി യങ് ക്ലർക്ക് ഹു അറ്റംപ്റ്റഡ് കമ്മിറ്റ് സൂയിസൈഡ്. സൂയിസൈഡ് ചെയ്യാൻ ചോദിച്ചാൽ യങ് ക്ലർക്കിൻ്റെ ലൈഫ് ഡോക്ടർ രക്ഷിക്കുന്നു. നറേറ്റ് ദി ഇവൻറ്റ്സ് ഹാപ്പൻ ഇൻ ദാറ്റ്. ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ നറേറ്റ് ചെയ്യുക. ഇവിടെ ഈ സംഭവങ്ങൾ നമ്മളോട്, അതായത് എക്സാം എഴുതുന്ന നമ്മളോട് നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നറേറ്റ് ദി ഇവൻറ്റ്സ് ഹാപ്പൻ ഇൻ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ഈ സംഭവങ്ങളൊക്കെ നറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് എഴുതുന്ന രീതിയിലും മാറ്റം വരും. എന്ത് മാറ്റം വരിക നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ എഴുതി അതേ നറേഷൻ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. ഇതേപോലെ ഒരു ടൈറ്റിൽ വേണം കേട്ടോ. ഇവിടെ നിങ്ങൾ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നിങ്ങളൊരു ടൈറ്റിൽ തീർച്ചയായിട്ടും വേണം. ആൻ അൺഫോർഗറ്റബിൾ നൈറ്റ് എന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ നേരത്തെ നമ്മളാണ് എഴുതുന്നതെങ്കിൽ ആ രീതിയിൽ ഹൗ എ ഡോക്ടർ സേവ് ദ ലൈഫ് ഓഫ് എ യങ് മാൻ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഇതേ നമ്മളിപ്പം എഴുതിയ അതേ നറേഷൻ്റെ സ്റ്റൈൽ മാറുകയാണ്. ഇവിടെ വെൻ ദി ഡോക്ടർ മിസ്റ്റർ ക്രോണിൻ എന്നാണ്. നേരത്തെ വെൻ ഐ വാസ് പ്രാക്ടീസിങ് ആസ് എ യങ് ഡോക്ടർ ഇൻ ലണ്ടൻ എന്നുള്ളതിന് പകരം വെൻ ദി ഡോക്ടർ മിസ്റ്റർ ക്രോണിൻ വാസ് വർക്കിംഗ് എന്നാണ്. വൺ നൈറ്റ് ഐ വാസ് അവേക്കൻഡ് ബൈ എന്നായിരുന്നു നേരത്തെയെങ്കിൽ ഹീ വാസ്. നേരത്തെ എന്നെ ഒരാൾ വിളിച്ചുണർത്തിയാണെങ്കിൽ ഇവിടെ അദ്ദേഹത്തെ ഒരാൾ വിളിച്ചുണർത്തി. ദി ഓദർ, എഴുത്തുകാരൻ തന്നെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്പോട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഈ കഥ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് നറേഷൻ രണ്ട് രീതിയിൽ വരാം. ഒന്ന് ആ കഥാപാത്രം തന്നെ കഥ പറയുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ നമ്മൾ മൊത്തം കഥ പറയുന്ന രീതിയിലാവാം. അപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. കഥാപാത്രം കഥ പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മളിവിടെ കഥാപാത്രത്തിൻ്റെ പേരൊന്നും അവിടെ കൊടുക്കാൻ പാടില്ല. ഏത് നറേറ്റ് ചെയ്യുന്ന ആളുടെ പേരൊന്നും കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തെ അവനൊന്നും വിളിക്കാൻ പാടില്ല. പകരം ഞാൻ അവിടെ പോയി, ഞാനിങ്ങനെ ചെയ്തു എന്ന രീതിയിൽ മാത്രമേ നറേഷനിൽ പറയാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ നറേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ സംഭവങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നറേഷൻ എന്നുള്ളത്. ഈ നറേഷനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടേതാണ് ഈ നറേഷൻ എന്ന് ആദ്യം നോക്കണം. ഒന്ന്, ആ കഥയിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഈ കഥ വിവരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്നും, ഇനി നമ്മൾ ഒരു കഥ വിവരിക്കുകയാണെങ്കിൽ മാർത്തയുടെ സ്റ്റോറി നമ്മൾ വിവരിക്കുകയാണെങ്കിൽ മാർത്ത ടെക്സാസ് സ്കൂളിൽ, മാർത്ത വാസ് സ്റ്റഡിയിങ് ഇൻ ടെക്സാസ് സ്കൂൾ, ഷി വാസ് ക്ലാസ് ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുക. അതേസമയം മാർത്തയുടെ കഥ വിവരിക്കുകയാണെങ്കിൽ ഐ വാസ് സ്റ്റഡിയിങ് ഇൻ ടെക്സാസ് സ്കൂൾ ആൻഡ് ഐ വാസ് ദി ക്ലാസ് ടോപ്പർ എന്ന രീതിയിൽ ഞാൻ ടെക്സാസ് സ്കൂളിൽ പഠിക്കരുത്, ഞാൻ ക്ലാസ് ടോപ്പറായിരുന്നു എന്നൊക്കെ വേണം എഴുതാൻ. എന്ന് വെച്ചാൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ആ എക്സാമ്പിളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പീച്ചാണ്. സ്പീച്ചുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്പീച്ചും അതിന് മുന്നേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നറേഷൻസ്, കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചുള്ള നറേഷൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീനിൻ്റെ പ്രൊജക്ട് ടൈഗറിലെ ഒരു നറേഷൻ പ്രതീക്ഷിക്കാം. സൂയിസൈഡ് അറ്റംപ്റ്റ് ജോൺ നടത്തുന്നുണ്ട്, അവിടെ വെച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഒക്കെ രക്ഷിക്കുകയാണ്, സർജൻറ്റും ലാൻഡ് ലേഡിയും ഒക്കെ. ആ സംഭവത്തെ ബേസ് ആയിട്ട് ഒരു നറേഷൻ ചോദിക്കാം. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ മുഴുവൻ കഥയും ഒരു നറേഷനായിട്ട്, മാർത്തയ്ക്ക് എങ്ങനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയെന്നുള്ളൊരു മുഴുവൻ കഥയും നറേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി വാങ്കയിൽ നിന്നാണെങ്കിൽ വാങ്ക അവിടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവൻ നേരിടുന്ന പീഡനങ്ങളൊക്കെ ഏതെങ്കിലും ഒരാൾ കണ്ടിട്ട് അല്ലെങ്കിൽ വാങ്ക തന്നെ അത് നറേറ്റ് ചെയ്യുന്ന രീതിയിലും ചോദ്യങ്ങൾ വന്നേക്കാം. ഈ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നറേഷനിൽ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ
പ്രസംഗം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാ ആഴ്ചയും സ്കൂളിൽ നിന്നും പ്രസംഗങ്ങൾ ഓരോ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടാവും. സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗം മാത്രമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആയിരിക്കും പ്രസംഗിക്കാനുണ്ടാവുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, നിങ്ങൾ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാഠത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ സ്പീച്ച്. ഉദാഹരണത്തിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് നേടിയ ശേഷം ആ അവാർഡ് വാങ്ങിയ മാർത്തയുടെ സ്പീച്ച്, മാർത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള സ്പീച്ച്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തനിക്കിത് കിട്ടിയെന്നും അങ്ങനെയൊക്കെയുള്ള സ്പീച്ച്. അല്ലെങ്കിൽ ജോൺ, നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ജോൺ, അയാളൊരു സാമൂഹ്യ പ്രവർത്തകനാണല്ലോ. അയാൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയെക്കുറിച്ച് സ്പീച്ചിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് അയാളുടെ പ്രസംഗം. ഒരു പ്രസംഗമാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ആദ്യം മുന്നിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പറയാം. പിന്നീട് നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ ഈ സ്പീച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഒരാളുകളോട് ഒരു വലിയൊരു കൂട്ടം ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ കുറേ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടാവും. പിന്നെ ഏറ്റവും അവസാനം നമ്മളൊരു കൺക്ലൂഷൻ പറയുന്നുണ്ടാവും. ആ രീതിയിൽ ഒരു സ്പീച്ച് എന്ന് പറയുന്ന ഒരു പ്രസംഗം എന്ന് തന്നെ ആണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ അല്ല, ഒരു സ്പീച്ചിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് വേർഡ്സ്, കുറച്ച് കാര്യങ്ങൾ എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ സ്പീച്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓഡിയൻസെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അല്ലേ. ഓഡിയൻസെ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. സ്കൂളിലെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ് മാസ്റ്ററെയൊക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും അഡ്രസ്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി എവിടെ നടക്കുന്ന ചടങ്ങാണെങ്കിലും, ഇപ്പോൾ സ്കൂളാവണമെന്നില്ല, മറ്റെവിടെയെങ്കിലും ചടങ്ങാണെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദി ഡയസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയും. ഇതാകുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തി. അവിടെ നമുക്ക് സ്കൂളിൽ നിന്നാണെങ്കിലും പറയാം, ഇനി പുറത്തുള്ള ഫംഗ്ഷൻ ആണെങ്കിലും ഈ രണ്ടാമത്തത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. അതും അല്ലെങ്കിൽ ജസ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞു തുടങ്ങാം. ചോദ്യം വരുന്നത് ചിലപ്പോൾ സ്കൂളിൽ നടക്കുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും നല്ലത്. പുറത്തുനിന്നുള്ള സ്കൂളല്ലാതെ മറ്റിടത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ രണ്ടാമത് കൊടുത്ത റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദി ഡയസ് എന്ന് പറയുന്ന ഇതായിരിക്കും രണ്ടാമത്താണെങ്കിൽ നല്ലത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനി വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇനി എങ്ങനെ വേണം നമ്മൾ ഈ അഡ്രസ്സ് ചെയ്ത ശേഷം നമ്മുടെ സ്പീച്ച് തുടങ്ങാൻ? അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ്. ടുഡേ ഐ ആം ഹിയർ ടു സേ എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, എന്താണോ ടോപ്പിക് എന്നാണ് പിന്നീട് നിങ്ങൾ എഴുതേണ്ടത്. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാണെന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സേ എ ഫ്യൂ വേർഡ്സ് എബൌട്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ച് വാക്കുകൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണെന്ന് പറയാം. ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. ഐ വുഡ് ലൈക്ക് ടു സേ. ഇതിൽ നാലിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ വൃത്തിയിൽ ഒരു ഭംഗിയിൽ ആരംഭിക്കാൻ ഈ നാലിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ ഈ സ്പീച്ചിൽ നമ്മൾ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഒരു ഇഷ്യൂയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതെങ്കിൽ, എന്തെങ്കിലും ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതെങ്കിൽ വി മസ്റ്റ് സ്റ്റാൻഡ് ടുഗദർ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദിസ് ഇഷ്യൂ എന്നൊക്കെ ഈ സ്പീച്ചിനിടയിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദി ഫാക്ട് ദാറ്റ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രസംഗത്തിൽ സ്പീച്ചിൽ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൗ കാൻ വി ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. നമ്മളൊരു സൊസൈറ്റിയിൽ ഡ്രഗ് യൂസ് കൂടുന്നു, ലഹരി ഉപയോഗം കൂടുന്നതിനെക്കുറിച്ചിട്ടാണ് ചർച്ചയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ഇട്ട് കൊടുക്കാം. ഹൗ കാൻ വി ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പ്ലഡ്ജ് എടുക്കാം എന്നൊക്കെ നമുക്കതിൽ വേണമെങ്കിൽ പറയാം. അതേപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതെങ്കിൽ ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എങ്ങനെ വേണം ഈ സ്പീച്ച് അവസാനിപ്പിക്കാൻ എന്നാണ് ഇനി കൊടുത്തിരിക്കുന്നത്. നമുക്ക് താങ്ക് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്പീച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഐ എം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ട്രൈ ടു പുട്ട് ദീസ് ഐഡിയാസ് ഇൻ ടു പ്രാക്ടീസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറയാം. എങ്കിൽ ലെറ്റ്സ് ഡു വാട്ട് വി കുഡ്. നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാമെന്ന് പറയാം. ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസർ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് എന്നുള്ളത് പറയാം. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാചകം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പീച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതും ആണ്. അപ്പം ഇതൊക്കെ സ്പീച്ചിൽ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ സഹായിക്കും. കാരണം ഒരു സ്പീച്ച് ആകുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും. ഓക്കെ, സോ ഇതിങ്ങനെയാണ് സ്പീച്ച്. ഓക്കെ, കണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്, എന്തൊക്കെ വേർഡ്സ് നിങ്ങൾ ഉൾപ്പെടുത്താം, എങ്ങനെ ഇത് അവസാനിപ്പിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് കുറേ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ചേർത്ത് നിങ്ങൾ പറയുകയാണ് വേണ്ടത്. സ്പീച്ചിൽ ഏറ്റവും സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാർത്തയുടെ ഒരു സ്പീച്ച്, അഡീഷയുടെ അവളുടെ ലൈഫിലെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു സ്പീച്ചിന് സാധ്യതയുണ്ട്. അതേപോലെ ജോണിൻ്റെ ഒരു സ്പീച്ചിന് സാധ്യതയുണ്ട്. അങ്ങനെ ഈ രീതിയിലൊക്കെയാണ് സ്പീച്ചിൻ്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ
സാധ്യത എന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് ലെറ്ററും നോട്ടീസും പ്രൊഫൈലുമാണ്. ഇത് മൂന്നും എന്താണെന്ന് ഈ വീഡിയോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ചില വീഡിയോകളുടെ ലിങ്കുകൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് ലെറ്റർ തയ്യാറാക്കേണ്ടതെന്നും വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താത്തത് പല കുട്ടികൾക്കും അറിയാവുന്നതായിരിക്കാം. ചിലപ്പം ഈ നോട്ടീസും പ്രൊഫൈലും ലെറ്ററും ഒക്കെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ ലിങ്കിൽ പോയിട്ട് അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ.